അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. അഖീദയിലെ ഇമാമുകളിൽ ഒരാൾ. ഓപ്ഷൻസ്: ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. 2. സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം. ഓപ്ഷൻസ്: മസ്ജിദിൽ, വീട്ടിനകത്ത്, പൊതുസ്ഥലത്ത്. ശരിയുത്തരം വീട്ടിനകത്ത്. 3. 20-ലധികം സ്വഹാബികളെ കണ്ട ഇമാം. ഓപ്ഷൻസ്: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 4. മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഓപ്ഷൻസ്: 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം. ശരിയുത്തരം 500 ദിർഹം. 5. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻസ്: ഈജിപ്തിൽ, കൂഫയിൽ, മദീനയിൽ. ശരിയുത്തരം ഈജിപ്തിൽ. 6. ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ലാ തുആഖിദ്ന, ലാ തുഹമ്മിൽന, ലാ തഹ്മിൽ അലൈന. ശരിയുത്തരം ലാ തുആഖിദ്ന. രണ്ടാമത്തെ പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 1. ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. 2. ഔലിയാക്കളുടെ നേതാവായി മാറി. 3. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. 4. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 5. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാടമാക്കി. ഇപ്പുറത്ത് നോക്കൂ. എ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ബി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഡി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. ശരിയുത്തരം ഇ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 2. ഔലിയാക്കളുടെ നേതാവായി മാറി. ശരിയുത്തരം എ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 3. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ശരിയുത്തരം ബി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 4. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. ശരിയുത്തരം സി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 5. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാടമാക്കി. ശരിയുത്തരം ഡി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇ, എ, ബി, സി, ഡി. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം. 1. മുർത്തദിന് ശാശ്വതമായ ഡാഷ് ആണ് ശിക്ഷ. അവരിൽ പൂരിപ്പിക്കേണ്ടത് നരകവാസം. മുർത്തദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. 2. ഇൽമ കൊണ്ട് അല്ലാഹു തആലയുടെ ഡാഷ് മാത്രമേ ആഗ്രഹിക്കാവൂ. അവരിൽ പൂരിപ്പിക്കേണ്ടത് തൃപ്തി. ഇൽമ കൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. 3. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഡാഷ് ആണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് നിർബന്ധം. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. 4. പാപങ്ങൾ പൊറുക്കുന്നതിന് ഡാഷ് ആവശ്യമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് തൗബ. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. 5. സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് കൂടൽ.
സ്ത്രീകളുടെ എണ്ണം കൂടൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. 6. നദ്ഹബു ഇലൽ മുഖ്തബരി ഡാഷ് അൽ ഇസ്തിറാഹ. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ബഅദ. നദ്ഹബു ഇലൽ മുഖ്തബരി ബഅദ അൽ ഇസ്തിറാഹ. 4ാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. കലീമുള്ള എന്ന് പേരുള്ള നബി ആര്? ഉത്തരം മൂസ അലൈഹിസ്സലാം. 2. അറ്റമില്ലാത്ത ജീവിതം ഏതാണ്? ഉത്തരം പരലോക ജീവിതം. 3. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം ഹറാമാണ്. 4. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദ്ഹബ് ഏത്? ഉത്തരം ഹനഫി മദ്ഹബ്. 5. മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത്? ഉത്തരം അറിവ്. 6. തക്കാളി എന്നതിൻ്റെ അറബി പദം എന്ത്? ഉത്തരം തൊമാത്തിം. 5ാമത്തെ പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും. ആർക്ക്? ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 2. നബിമാർക്ക് പുറമെ മഹ്ശറിൽ ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? ഉത്തരം അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. 3. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. എവിടെ? ഉത്തരം പൊതുസ്ഥലങ്ങളിലും വഴിയിലും ജലാശയങ്ങളിലും. 4. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. 5. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ വെച്ച് ഹദീസ് മനഃപ്പാഠമാക്കി. എങ്ങനെ? ഉത്തരം വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതിയാണ് അദ്ദേഹം ഹദീസ് മനഃപ്പാഠമാക്കിയിരുന്നത്. 6. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം? ഉത്തരം കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയം കാരണം പ്രസ്തുത ആടിൻ്റെ ആയുഷ്കാലം താൻ ആട്ടിറച്ചി കഴിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. 7. മാസാ സഅല ജുറൈജുൽ ഗുലാമ. ഉത്തരം യാ ഗുലാമു മൻ അബൂക. 6ാമത്തെ പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. കറാമത്ത്. ഉത്തരം കറാമത്ത് എന്നത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ്. സാധാരണയ്ക്ക് വിപരീതമായ കാര്യമാണിത്. അല്ലാഹു തആല അവൻ്റെ വലിയമാരിലൂടെ അവരോടുള്ള ആദരവ് കാരണത്താൽ കറാമത്ത് വെളിവാക്കും. ഔലിയാക്കളുടെ കറാമത്ത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും ബിൽഖീസ് രാജ്ഞിയുടെയും ചരിത്രത്തിൽ വന്ന സംഭവം ഔലിയാക്കളുടെ കറാമത്തുകളിൽ പെട്ടതാണ്. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം കണ്ണടച്ചു തുറക്കും മുമ്പ് ആരാണ് കൊണ്ടുവരിക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടപ്പോൾ ആസഫ് ബിൻ ബർഖിയ എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചത് ആ മഹാന്റെ കറാമത്തിന്റെ ഉദാഹരണമാണ്. 2. റിദ്ദത്ത്. റിദ്ദത്ത് കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദത്ത് വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. റിദ്ദത്ത് വരുന്ന കാര്യങ്ങൾ: ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലെയുള്ളവ ഹലാലാക്കാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സുകൊണ്ടുള്ള റിദ്ദത്താണ്. അള്ളാഹുവിനെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക. നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക.
അള്ളാഹുവിൻ്റെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുണ്ടാകുന്ന രിദ്ദത്താണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിതവേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന രിദ്ദത്താണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.